ഏഴാമത് എഡീഷനാണ് ഇഡാ ഫെസ്റ്റ് കണ്ണൂരിൽ നടക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തകലകളെ വളർത്തിയെടുക്കുക. അതായത് നമ്മുടെ കണ്ണൂർ പോലത്തെ സ്ഥലത്ത് ഇതൊക്കെ വളരെ കുറവാണ്. ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രൊഫഷണലി ലോകപ്രശസ്തരായ നർത്തകരൊക്കെ പങ്കെടുക്കുന്ന വേദികൾ വളരെയധികം കുറവാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ആണ് ശരിക്കും പറഞ്ഞാൽ ഇഡാ ഫെസ്റ്റ് ആരംഭിച്ചത്. ഇതുവരെ എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ എല്ലാ ക്ലാസിക്കൽ കലാരൂപങ്ങളും കണ്ണൂരിൽ അവതരിപ്പിച്ചു ഇഡാ ഫെസ്റ്റിൽ. ഇത്തവണയും ഡോക്ടർ നീന പ്രസാദിൻ്റെ മോഹിനിയാട്ടം, പത്മശ്രീ ഗീതാ ചന്ദ്രൻ അവരുടെ ഭരതനാട്യം, അൻഷിക കഠാരിയ കഥക്, ഷൈജ ബിനേഷിൻ്റെ ഭരതനാട്യം എന്നിവയാണ് ഇത്തവണ ഇഡാ ഫെസ്റ്റിൽ ഇറങ്ങിയിരുന്നത്. 2017 ആദ്യമായി ഇഡാ ഫെസ്റ്റ് എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നത്, ഫെസ്റ്റിവൽ നടത്തി. ഇതിപ്പം 7ാമത്തെ വർഷമാണ്. എനിക്കൊന്ന് ആ ഒരു കോവിഡ് സമയത്ത് മാത്രം ഒരു വർഷം ഒരു ബ്രേക്ക് വന്നു. പക്ഷേ ആ സമയത്തും ഓൺലൈനായിട്ട് ഇഡാ ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ വളരെ നല്ല ഒരു റെസ്പോൺസാണ് ഇഡാ ഫെസ്റ്റിന് കിട്ടുന്നത്. കാരണം പ്രത്യേകിച്ച് കണ്ണൂർ പോലത്തെ സ്ഥലങ്ങളിൽ പറഞ്ഞല്ലോ, ഒരുപാടധികം ക്ലാസിക്കൽ കലാരൂപങ്ങളൊന്നും അല്ലെങ്കിൽ പ്രൊഫഷണലായ ഡാൻസസ് ഒന്നും വരാറില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ ഒരു ഫെസ്റ്റിവലിൽ നല്ലൊരു സ്വീകാര്യതയാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും എല്ലാ വർഷവും ലഭിക്കാറുള്ളത്. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ എണ്ണം ഓരോ വർഷം കഴിയുന്നതിന് കൂടി വരികയാണ്.